ഓഹോ, അപ്പൊ കുഴിപ്പുറത്തച്ഛൻ നടക്കാൻ പോണെന്ന് പറഞ്ഞ പോയത് ബാറിലോട്ടായിരുന്നല്ലേ? എടാ അങ്ങനെയല്ലടാ, ഞാൻ നടക്കാൻ പോയതാ. അപ്പോഴാ ഈ മുതൽ ഞാൻ വഴിയിൽ വെച്ച് കാണുന്നത്. 2 എണ്ണം ഒന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് ബാറിലേക്ക് പോയതാ. ഒരു ഫുള്ള് 15 മിനിറ്റ് തൊട്ട് അടിച്ച് തീർത്തടാ. അപ്പൂപ്പ അടിച്ചയച്ച മഹാബോറാണ്. അത് ഇന്നാടാ എനിക്ക് മനസ്സിലാവണത്. ബാറിലെ സപ്ലയറിലെ ആളുടെ കരണ കുറ്റി നോക്കിയാ ഒന്ന് പൊട്ടിച്ചത്. 1500 രൂപ ടിപ്പ് കൊടുത്തിട്ടാ ഞാൻ ആ കേസ് ഒതുക്കിയത്. ഈ കേസ് നീ ഒന്ന് ഡീൽ ചെയ്യണം. ഇതോ ഞാൻ ഇങ്ങനെ ഡീൽ ചെയ്യും? ഇവിടെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. പേടിക്കണ്ട, അമ്മൂമ്മ അറിഞ്ഞ അതിനു മുമ്പേ കൊല്ലും. ഉപ്പും മുളകും അനുബന്ധമായ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഉപ്പും മുളകും അനുബന്ധിച്ചുള്ള വീഡിയോ ചെയ്ത വീഡിയോയ്ക്കൊക്കെ നല്ല പ്രതികരണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഓണമായപ്പോൾ ശരിക്കും ആഗ്രഹിച്ചു പോവാണ്. പുറത്തു പോയി വന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ ക്ഷീണം. അതെ, ഞങ്ങൾ അളിയന്റെ തമ്മിലുള്ള കാര്യം ചേച്ചിയോട് ഓടാൻ വരല്ലേ കേട്ടാ. ഞാൻ കാത്തിരിക്കും. എന്തിനെങ്കിലും അതേപോലെ തന്നെ ശങ്കരണ്ണനും ബാലുവും ഒക്കെ കൂടെ ഉള്ള മദ്യപിച്ചുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാടാ. അല്ലെങ്കിൽ അവള് വിചാരിക്കും നീ ഇതുവരെ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ നിന്നെ പറ്റി അത്രയും ഡയലോഗൊക്കെയാണ് അടിച്ചു വെച്ചേക്കണേ. മാസ് ഡയലോഗാണോ പറഞ്ഞേക്കുന്നത്? അത്യാവശ്യം മാസ് ഡയലോഗാ പറഞ്ഞേക്കണേ. മാസ് ഡയലോഗ് ആണെങ്കിൽ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നാളെ പോയി ഷോ കാണിക്കാം. വലിയ ഒരു സന്തോഷത്തോടെ മാത്രമേ ഉള്ളൂ. കാത്തിരുന്ന് കാണുന്ന ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പൊ തന്നെ സിദ്ധുവിന്റെ എത്തിയിട്ടുള്ള ആളുകളൊക്കെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു വന്നല്ലേ. നാളെ പോവാം. പിന്നെ വെയിൽ കൊള്ളാൻ അവര് മരുഭൂമിയിൽ പഠിക്കാണല്ലോ പോയത്. അല്ല ശരിക്കും അവൻ എവിടെ പോയതായിരുന്നു? എനിക്കറിയാൻ പാടില്ല. അളിയനും കൂടെ പോയതാ. അളിയനും വന്നിരിക്കുന്നു. മക്കളെ അങ്ങനൊന്നും പറയല്ലേ. അവര് തമ്മിലേ നല്ല സ്നേഹത്തിലാ. ഇങ്ങനെയുള്ള അളിയന്മാരെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം, പുണ്യം. நான் சொல்லி கேட்டிருக்கேன். இந்த போன ஜென்மத்துல திக் ஃப்ரெண்ட்ஸா இருப்பாங்கல்ல, அவங்க தான் இந்த ஜென்மத்துல அழியமாறா வரும்னு. ആരാ പറഞ്ഞു? நம்ம മുത്തുക്കുമരണ്ണ. തീർച്ചയായും ശങ്കരണ്ണൻ കൂടെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുക്കളയിൽ വല്ല ഇതുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കഴിക്കാനേ ആർത്തിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ നടക്കുമ്പോഴത്തെ ഒരു രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ നിന്നെയാണ് ഉദ്ദേശിച്ചത്. കളിക്കുകയും ചിരിക്കുകയും ആഘോഷിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ പ്ലേറ്റിലെ ചട്നിയൊക്കെ ശങ്കരനും. അപ്പൊ ചട്നി കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണ്. കുറച്ചു മുമ്പ് വരെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിച്ചു. ലച്ചു ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഒരാളെ സ്നേഹത്തോടെ നിർബന്ധിച്ച് തന്നാലേ എനിക്കതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ അളിയൻ സ്നേഹത്തോടെ നിർബന്ധിച്ച് എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സൂപ്പർ സാധനം. അങ്ങനെ അല്ല, നിനക്ക് ആട്ടിൻകാട്ടത്തിന്റെ ടേസ്റ്റ് അളിയൻ സ്നേഹത്തോടെ കുറച്ച് ആട്ടിൻകാട്ടം കൊണ്ടുവന്ന് നീ അത് കഴിക്കൂ. മദ്യപിച്ചുള്ള നമ്മളിതാ ഇതേപോലെ ശങ്കരണ്ണ ഇന്നലെ എത്തിയതാണ് ഞാൻ ഈ വീഡിയോ. അപ്പൊ ഇതുപോലെ സ്നേഹത്തോടെ കൊടുക്കണം അല്ലേ? സ്നേഹത്തോടെ കൊടുക്കണം. ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോകൾക്കൊക്കെ ഞാനേ സ്നേഹത്തോടെ വന്നതാ. തീർച്ചയായും ഈ വീഡിയോയ്ക്കും അത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ കൂടെ ഉണ്ട്.